Today, we have a small session that I just want to speak to you about the process of innovation development. I'm not going to make it something very serious, very complex to you. It will be a simple, short session for you that will give you some insights about innovation thinking. To make things simple, you know that we have a lot of technical words that innovation, process, procedures, ideation, inception, so many words and procedures are there. I'm not going to speak about any of these things because these complexities are not necessary in making an innovation. And we have some simple success stories that will definitely strengthen you and help you to make things better. And also, there may be an innovative idea in your mind. We need a drop of water to make it grow. We need a favorable climate to make it grow. Because you all may have the seeds of an innovation idea in your mind. You may have an innovation thinking. You may have a special gift that God has bestowed in your heart. So just to find out is a thing I want to tell you. So it is possible for you, all of you to do this, all of you to think in such a way so that things will be made possible for you. I'm not going to prolong much. I will just tell you three simple things. There are 5 steps for the procedure of innovation development. I'm not going to tell you about the 5 steps. Because if I tell you that a lot about elephant and you don't get a chance to see an elephant and also to feel its presence and to smell how it is, that doesn't matter. So the whole thing I want to tell you is that how you can think in such a way. നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട 2-3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും അതിന്റെ ഇന്നോവേഷൻ ഐഡിയ എന്തായിരുന്നു, അത് എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. Then you will get the process of innovation. So how things are. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു മോശമില്ലാത്ത കവറേജിൽ മലപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു ന്യൂസ് വന്നു. സംഭവം ഇതാണ്, വാക്സ് ടീഷർട്ട്. അത് വലിയ അത്ഭുതകരമായ കണ്ടുപിടുത്തമൊന്നുമല്ല. കേരളത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. മരീൻ കോളേജ് പോലും സ്വന്തമായിട്ട് ടീഷർട്ട് ഇറക്കിയിട്ടുണ്ട്. വേണ്ട, നമ്മുടെ പള്ളിയിലെ ഒരു ചെറിയ SMYM ടീമോ അല്ലെങ്കിൽ നാട്ടില് 12 പേര് മാത്രമുള്ള ഒരു കളിക്കാരുടെ ക്ലബോ പോലും സ്വന്തമായിട്ട് ടീഷർട്ട് അടിക്കും. ദാറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് തിങ്. ഒരു ടീഷർട്ട് നമ്മൾ പറയുന്ന പേരും അഡ്രസ്സും ഡീറ്റെയിൽസും എന്തും വെച്ച് പ്രിന്റ് ചെയ്യാനായിട്ട് 250 രൂപ താഴെ ചിലവാകുള്ളൂ. സോ നമ്മുടെ ക്ലാസ്സുകാർക്കൊക്കെ വേണമെങ്കിലും അടിക്കാം. നമ്മുടെ MMHകാരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. But this man has made a beautiful idea. That is a sarcastic attempt. Even then, that was a success. ആൾക്ക് 2-3 ദിവസം കൊണ്ട്, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ ആൾക്ക് 4 ലക്ഷം രൂപയുടെ ബിസിനസ്, വെറുതെ ഒരു ചെറിയ തുണിക്കടക്കാരന് 4 ലക്ഷം രൂപയുടെ ബിസിനസ് കഴിഞ്ഞ 1-2 ദിവസം കൊണ്ട് വന്നു. അല്ലെങ്കിൽ 50,000 രൂപ തികയാത്തൊരു മനുഷ്യന് ഒറ്റ ദിവസം 4 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര ഓർഡർ. ദാറ്റ്സ് ആൻ ഇന്നോവേറ്റീവ് തിങ്കിങ്. ആള് ചെയ്തത് ഇങ്ങനെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തമാശ ഉള്ളൊരു നിയമമുണ്ട്. നമ്മൾ കടയിൽ പോണേലോ പുറത്തു പോണേലോ ഒക്കെ നമ്മുടെ വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം. നിയമം ഇറക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബുദ്ധിമാന്മാരായ പലർക്കും മനസ്സിലായത് ഇതിനകത്ത് വലിയൊരു മണ്ടത്തരമുണ്ട്. ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് നോക്കാൻ ആളെ വെക്കണം കടയില്. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് അറിയാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലില്ല. ഒരാൾ ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് എന്റെ പേര് ഇതാന്ന് പറഞ്ഞാൽ പോലും, കാരണം അതേ ഫോട്ടോ ഇല്ല, അതുകൊണ്ട് എന്റെ പേര് ഇതാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇപ്പൊ ഞാന് നമ്മുടെ ജെറോം സാറിന്റെ വാക്സിൻ സർട്ടിഫിക്കറ്റുമായിട്ട് കടയിൽ പോയാലും എന്നോടൊന്നും ചോദിക്കാനില്ല. പേര് ജെറോം എന്നാണെന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞാൽ തീർന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് നിയമത്തിന്റെ പ്രശ്നമാണത്. കാരണം വി ഡോണ്ട് ഹാവ് ഫെസിലിറ്റി ആൻഡ് ക്ലാരിറ്റി. എന്നാലും അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു, വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ടീഷർട്ടിലോട്ട് നൈസായിട്ട് പ്രിന്റ് ചെയ്യാം. കാരണം ടീഷർട്ടിൽ എന്തും പ്രിന്റ് ചെയ്യാമല്ലോ. അപ്പൊ ടീഷർട്ടിലോട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ആളങ്ങനെ ചെയ്തു. കാരണം ബ്യൂറേജി ക്യൂ നിൽക്കാൻ പോകുന്നവനും റേഷൻ കട പലചരക്ക് മേടിക്കാൻ പോകുന്നവനും ഒക്കെ ഇനി സർട്ടിഫിക്കറ്റ് കൈപ്പിടിക്കേണ്ടത് വേണ്ട, എന്റെ ടീഷർട്ടിലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് അതിനെ മാറ്റി.
സോ ആൾക്കിപ്പോ ചെയ്തു തീർക്കാൻ 4 യൂണിറ്റുകളെയും കൂടി സഹായത്തിന് വിളിച്ചു. ഡ്രസ് മെറ്റീരിയൽ പ്രിന്റിംഗ് ഉള്ള 4 യൂണിറ്റുകളെയും കൂടി സഹായത്തിന് വിളിച്ചു. വലിയ ചിന്തയില്ല, വലിയ ആശയമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സമയത്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. നമുക്കിങ്ങനെ നിസ്സാരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളെ വലിയ റിസൾട്ടുള്ള ഐഡിയാസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് ഇന്നോവേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ് എന്ന് വിചാരിക്കരുത്. That's a primary thing I want to tell you. Today, I just said about this man Faisal. He was running a very small shop and a printing unit. He managed it in such a way. In few days, ആൾ പെട്ടെന്ന് കാശുകാരനായി. ഇന്നോവേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കാശുകാരനാണുള്ള വഴിയല്ല. The thing is that to solve a problem, innovation should always think in such a way that to solve a problem or to do a betterment to the society. Innovation is meant to do a betterment to the society or to solve a problem. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഗുണം ഉണ്ടാവുകയും അതിലുപരിയായിട്ട് നമുക്ക് അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആകുകയും ഒരു പ്രോബ്ലത്തിന് പരിഹാരമാവുകയും ചെയ്യണം. സോ ദാറ്റ് വേ ഓഫ് തിങ്കിങ് ഈസ് കോൾഡ് ഇന്നോവേഷൻ തിങ്കിങ്. ഇനി ഇന്നോവേഷൻ തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. നോർമലി ചിന്തിച്ചു നോക്കുമ്പം ശരിയാകും എന്ന് തോന്നത്തില്ലാത്ത പല കാര്യങ്ങളും വലിയ ഇന്നോവേഷൻസിന് കാരണമാകും. നമ്മൾ തോമസ് ആൽവ എഡിസന്റെ കാര്യം ആലോചിക്കുക. അന്ന് സ്റ്റാർട്ടപ്പും എഞ്ചിനീയറിംഗ് കോളേജും ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് നമ്മൾ ഇപ്പൊ പറയുന്ന ടേംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിലും അദ്ദേഹം ഒരു പുതിയ വൈദ്യുതി വിളക്ക് കണ്ടുപിടിക്കാം എന്ന് തീരുമാനിക്കുന്നു. വൈദ്യുതി ഉപയോഗിച്ച് ഒരു വിളക്കുണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിച്ചത്. 1000-ൽ പരം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. ബ്ലണ്ടേഴ്സ് എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ പുച്ഛിച്ചു. അങ്ങനെ പോയ ഒരു സംഭവത്തെ അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു വൈദ്യുതി വിളക്ക്, ഒരു ബൾബ് കണ്ടുപിടിക്കാനായിട്ട് ഇടവന്നു. ഇന്നത്തെ പോലെ മോഡേൺ ഫെസിലിറ്റി ഒന്നുമില്ല. ചൂടുകൊണ്ട് പഴുത്ത് ആകുന്ന ഒരു ബൾബ്, അത്രേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം. അപ്പൊ അത് ആ ചൂടുകൊണ്ടൊരു മെറ്റൽ പഴുകുമ്പം അതിൽ നിന്ന് കുറച്ച് പ്രകാശം പുറത്തു വരും, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ഒത്തിരി എഫർട്ട് എടുത്തു. അന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും? ഇല്ലായിരുന്നു. നമുക്ക് മാടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല അത്ഭുതകരമായ ഇന്നോവേഷൻസ് ആയിട്ട് മാറുന്നത്. അതുപോലെ മറ്റൊരാളുടെ ചെറിയൊരു സ്റ്റോറി നിങ്ങളോട് പറയാം. ആളുടെ പേര് ഡള്ളസ് ജാൻകിസ് എന്നാണ്. ആളൊരു സിനിമാ സംവിധായകനാണ്. കോവിഡ് വന്നു. ആൾക്കല്ല, നാട്ടിൽ മുഴുവൻ. നമ്മളൊക്കെ അനുഭവിച്ച കൂടുതൽ പ്രശ്നം അദ്ദേഹത്തിന്റെ നാട്ടിലും അനുഭവിച്ചു. അപ്പോ കോവിഡ് വന്നതുകൊണ്ട് സിനിമയൊക്കെ ഓൾമോസ്റ്റ് ഇല്ലെന്നായി. ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നില്ല. OTT റിലീസിങ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും വലിയ സക്സസ് ആയില്ല. ഹി വാസ് ഇൻ ക്രൈസിസ്. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ഉൾവിളി തോന്നി, എനിക്കിതൊന്നും ചെയ്ത് സക്സസ് ആവാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ആകെ ഒരു പണിയേ അറിയുള്ളൂ, അത് സിനിമാ സംവിധാനമാണ്. സോ ഹി വാസ് തിങ്കിങ് ഓഫ് ഡൂയിങ് സംതിങ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ജീസസ്. അതുകൊണ്ട് അദ്ദേഹം ഫണ്ടൊന്നുമില്ല, അതിന് ഒരു മേക്കറില്ല, അതിനുവേണ്ടി പണം മുടക്കാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹം ക്രൗഡ് ഫണ്ടിങ്ങില് ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്തു, ദ ചോസൺ എന്ന പേരില്. ഇപ്പോ സാധാരണ നമ്മുടെ ഏത് ഭാഷയിൽ സിനിമ എടുത്താലും അത് കാണുന്നവരുടെ ഒക്കെ പോലെയുള്ള ലോകത്തിൽ അതുപോലെ ഫേമസ് ആയ സിനിമകൾ മാത്രമേ 10 കോടി കൂടുതൽ മനുഷ്യർ കാണുന്നുള്ളൂ. അപ്പൊ 10 കോടി കൂടുതൽ ആൾക്കാര് കാണുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന സംഭവം ക്രൗഡ് ഫണ്ടിങ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ പണം ഇപ്പൊ കയ്യിൽ കിട്ടുന്നു. മോറോവർ അദ്ദേഹത്തിന് 25 കോടിയിൽ പരം ആൾക്കാര് അത് കാണുന്നുണ്ട്. അത് ഓരോ ദിവസവും അത് കാണുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നിരാശാക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ആയിരക്കണക്കിന് സിനിമകളും സീരിയലുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോ അതുകൊണ്ട് അത് ഒരു ഇനി പുതിയതിറക്കിയ സക്സസ് ആവുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. Thought of doing it in a different way. That's the thing. It's a way of his thinking that really made a change, and that was the success story behind his great achievement. ഇന്ന് അദ്ദേഹം ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകരിൽ ഒരാളായി എന്ന് മാത്രമല്ല, ലോകം മുഴുവനും ഫോളോവേഴ്സ് ഉള്ള ഒരാളായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ സീരിയൽ ദ ചോസ് ഓരോ ദിവസവും പല ഭാഷകളിൽ ഓരോ പുതിയ എപ്പിസോഡ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ഏകദേശം 25 കോടി മനുഷ്യർ കാത്തിരിക്കുകയാണ്. അപ്പോ അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, സ്പാനിഷിലുണ്ട്, ഇറ്റാലിയനിലുണ്ട്, യൂറോപ്യൻ ലാംഗ്വേജസിലൊക്കെ ഉണ്ട്, ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും കാണാൻ പോവാണ് ഇനി. അപ്പോ അത് കാണാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യര് താല്പര്യത്തോടെ കാത്തിരിക്കുന്നു എന്നത് അത്ഭുതകരമായ ഒന്നായിട്ട് മാറി. സോ ഇന്നോവേഷൻ തിങ്കിങ് ഈസ് സച്ച് എ, ഇതുവരെ ആരും ചിന്തിച്ചു കൂട്ടിയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടണ്ട. നോ, ഇഫ് യു തിങ്ക് ഇൻ സച്ച് എ വേ, ദാറ്റ്സ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം നിലവിലുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എ ഡെവലപ്മെന്റ്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ട് എന്ന് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ വി ഡോണ്ട് ഹാവ് എ ഡെവലപ്മെന്റ്. നമ്മള് ഓരോ ഇന്നോവേഷനും ആദ്യകാലങ്ങളിൽ ഒരു മണ്ടത്തരം മാത്രമായിരുന്നു. ഇതൊന്നും പോസിബിൾ അല്ല എന്നായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പറഞ്ഞിരുന്നത്. നമ്മുടെ സൊസൈറ്റി എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നവരാണ്. നിങ്ങൾ എബി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവാം. ഒരു ശകലം ഡിസബിലിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ വിമാനം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. അപ്പോ അതാണ് അവന്റെ ഇൻട്രസ്റ്റ്. അപ്പോ വിമാനം ഉണ്ടാക്കാനായിട്ടുള്ള അവന്റെ എഫർട്ടുകളാണ് സിനിമയിലുള്ളത്. അപ്പോ അതുപോലെ ഇതൊന്നും പോസിബിൾ അല്ല, അവന് വട്ടാണ് എന്ന് ആൾക്കാർ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഭ്രാന്തമായ ഒരു ചിന്തയുണ്ടെങ്കിൽ, എന്തിനെക്കുറിച്ചും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആയി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അത് മതി നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ ആവാനായിട്ട്. ഓൺടർപ്രണറിയൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഐഡിയയുടെ സക്സസ് ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം അതിന് പിന്നാലെ വന്നുകൊള്ളും. ഇപ്പം നമ്മൾ അതിന്റെ പ്രോസസ് ഉണ്ട്. നമ്മൾ അത് ശരിയായ ഐഡിയ ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ പോസിബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫൈൻ, അതൊക്കെ നല്ലത് തന്നെ. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഫോക്കസ് ഓൺ ഹൗ യു തിങ്ക്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഫോൺ ആവശ്യത്തിന് ഉണ്ടായിരുന്ന കാലത്താണ് മൊബൈൽ ഫോൺ വന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നില്ലല്ലോ എന്നാ കുഴപ്പം, കാരണം ഉള്ള ഫോൺ കൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നില്ലല്ലോ എന്നാ കുഴപ്പം എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് മൊബൈൽ ഫോൺ വന്നത്. മൊബൈൽ ഫോൺ വന്നപ്പോഴും ഓരോരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. നമ്മള് ഒരു 25 വർഷം മുമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ചിന്തിക്കാൻ പറ്റാതിരുന്ന അത്ഭുതകരമായ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ലോകം വന്നത് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനോടെയാണ്. സോ ഇപ്പം ഇമ്പോസിബിൾ ആയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനായി പറ്റുന്നുണ്ടോ? ഇപ്പോൾ കൂടുതൽ എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ച്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഫോൺ വിളിക്കണമെങ്കിൽ മിനിമം 1 രൂപ ആവശ്യമായിരുന്നു. 1 രൂപയ്ക്ക് ഫോൺ വിളിക്കായിരുന്നു. അപ്പോ അത് നമ്മുടെ അടുത്ത നാടുകളിലേക്കൊക്കെ. ഇപ്പം നോക്കൂ, നമ്മുടെ തിങ്കിങ് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നമുക്കിപ്പോ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് എത്ര ഇന്റർനാഷണൽ കോളുകൾ വിളിക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മാറി. ഈ തിങ്കിങ് ആണ് ഇതിന് പിന്നിലുള്ള ഒരു കാര്യം. അപ്പോ വാട്ട് ഐ സെഡ് ഈസ് ദാറ്റ് ഇപ്പം നടപ്പിലില്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ പോസിബിൾ അല്ലാത്ത, ഇപ്പോൾ നമുക്ക് സക്സസ്ഫുൾ അല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനായി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ഇമാജിനേഷൻ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇന്നോവേഷന്റെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുത്ത റിസോഴ്സ് പേഴ്സൺ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, നെവർ തിങ്ക് ഓഫ് മണി. നിങ്ങൾക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ ആ ഫണ്ട് കിട്ടും, ഈ ഫണ്ട് കിട്ടും, സീഡ് ഫണ്ട് കിട്ടും, കോളേജിൽ നിന്നുള്ള 5000 രൂപ കിട്ടും എന്നൊന്നും ചിന്തിക്കണ്ട. See, if you have an idea, you will have money. If you have a sensible idea, if you have an innovative idea,
there is no restriction, no difficulty of finding out a fund. അതാണ് റിയാലിറ്റി. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ച് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവുക. ഇനി ഈ ഐഡിയ സെൻസിബിൾ ആണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോ നമുക്ക് ജെയിംസ് ജോസഫ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മലയാളിയുണ്ട്, ഒരു എഞ്ചിനീയർ ആണ്, എറണാകുളംകാരൻ. ആളുടെ സ്റ്റോറി ഭയങ്കര സക്സസ് സ്റ്റോറിയാണ്. ആള് വലിയ അത്ഭുതകരമായ ഒരു കാര്യവും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ സിമ്പിൾ ആണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് എഴുതാനായിട്ട് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി. അവിടുന്ന് ലീവ് എടുത്ത് ഒരു മാസം വീട്ടിൽ വന്നിരിക്കുന്നു. വീട്ടിൽ ഇരുന്നപ്പം വീടിനകത്തിരുന്നിട്ട് ഒരു രസമില്ലാത്തതുകൊണ്ട്, നല്ല വലിയ വീടാണ്, ടെറസയില് കസേരയും മേശയൊക്കെ ഇട്ട് ലാപ്ടോപ്പും ഒക്കെ കണക്ട് ചെയ്ത് ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ കണക്ട് ചെയ്ത് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂഫുണ്ട്, മെറ്റൽ റൂഫ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നല്ലപോലെ പുറം ലോകമൊക്കെ കാണാം, ചാരി ഇരുന്ന് ഇച്ചിരി ഉറങ്ങുകയോ എഴുതുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഇരുന്നത്. അദ്ദേഹം അവിടെ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധപ്പെടുന്നു. ഒരു ചക്ക ഉണ്ടായി വരുന്നു. ഒരു മാസം കൊണ്ട് ആ ചക്ക പെട്ടെന്ന് വളർന്ന് വലുതായത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്ത് നിർത്തി ചക്കയെക്കുറിച്ചായി ചിന്ത. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ ഗൂഗിളിൽ ചക്കയെക്കുറിച്ച് സെർച്ച് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ചക്കയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ചക്കയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായി. ഇന്ന് 6 കോടി രൂപയുടെ ബിസിനസ് ആദ്യ വർഷം തന്നെ നേടിയ ഒരു കമ്പനി, അത് 6 കോടി ബിസിനസ് അല്ല, 6 കോടി രൂപയുടെ പ്രോഫിറ്റ് ഒരു വർഷം നേടിയ ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനി വളർന്നു. ഇപ്പോൾ 100 കോടി രൂപയുടെ വിറ്റുവരവിന് മുകളിലായി കഴിഞ്ഞ വർഷം തന്നെ. ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറഞ്ഞൊരു കമ്പനി. നമ്മുടെ കുട്ടിക്കാലത്ത് പോലും ചക്ക ഉണക്കി പൊടിച്ചതും ചക്കയുടെ പല പ്രോഡക്റ്റുകൾ നല്ല ഒന്നാന്തരം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാക്കറ്റില് നമുക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ട് ആള് മാറ്റി. സോ ദാറ്റ്സ് ആൻ ഇന്നോവേറ്റീവ് തിങ്കിങ്. ഐ എം നോട്ട് ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് the procedures, things and related matters. Just I want to tell you is that if you have such a mad thinking, and when you find a problem, realize that this is an opportunity. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. സൂമിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഇറ്റ് വാസ് മെയ്ഡ് പോസിബിൾ. വാട്സപ്പിന്റെ ചരിത്രം എന്താണെന്ന് നോക്കുക, യു വിൽ ഗെറ്റ് സച്ച് എ തിങ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കാണും. ഏത് കുഞ്ഞു കാര്യത്തെ ഒരു ബിസിനസ് ഐഡിയ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റും. Then one another thing I want to tell you is that നമ്മളിപ്പോ 2-3 ബാച്ചുകാർ ഈ മീറ്റിംഗിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് തിങ്കിങ്, ഇഫ് യു ഹാവ് such an idea, you please come to me or go to Jerome sir. We will definitely support you to make it a startup. We will definitely support you to make it an innovative idea and also use a business plan. ഇതിന്റെ ഐഡിയേഷൻ എന്താണ്, ബിസിനസ് പ്ലാൻ എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണ്, ഇതിന്റെ സ്റ്റെപ്സ് എന്താണ്, കാര്യങ്ങൾ എന്താണ്, വി വിൽ ടെൽ യു ഇൻ ഡീറ്റെയിൽസ്. അത് ഞാൻ നിങ്ങൾക്ക് ഈ തിയറി പറഞ്ഞു തരുമല്ല ചെയ്യുന്നത്, ഇനി എന്ത് ചെയ്യാം എന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു ഐഡിയ ഒരു ബിസിനസ് ആക്കി വളർത്തി തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. ഫണ്ട് വേണോ, വി ആർ റെഡി. നിങ്ങൾക്ക് ലീഗൽ പ്രൊസീജിയേഴ്സ് നടത്തണോ, വി ആർ ടോയ്സ് റെഡി. യു വാണ്ട് ടു അസോസിയേറ്റ് ഗുഡ് പീപ്പിൾ വിത്ത് യു, definitely we are. So we are able to do all such things. So think in such a way. So I am concluding. ഞാൻ ഹാഫ് ആൻ അവേഴ്സിൽ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന മട്ടിൽ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പരിഹാരം എന്ന മട്ടിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ചിന്ത എന്ന മട്ടിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം രൂപപ്പെടുന്നുണ്ടോ? അത് ഇമ്പോസിബിൾ ആയിരിക്കും, മേ ബി ലുക്കിംഗ് മാഡ്, അത് ഭ്രാന്തമായ ഒരു ചിന്തയായിരിക്കും, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമ്പോസിബിൾ ആയിരിക്കും. സോ മേക്കിംഗ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇമ്പോസിബിൾസ് പോസിബിൾ ഈസ് ആക്ച്വലി ഇന്നോവേഷൻ. So this is what I want to tell you about innovation thinking. So I am winding up. Thank you for listening me. This was a short session. Thank you Jerome sir and other faculty members, and thank you dear boys and girls for joining with me. And if you have such a thing, കാരണം ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും, നല്ല കാര്യം കിട്ടണം, നമ്മൾ അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ ജെയ്സൺ സാറും ബ്രിജേഷ് സാറും നമ്മുടെ ഒരു ടീം തന്നെ അതിനുവേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ നല്ല കമ്പനികളിൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലികളിൽ പ്ലേസ്ഡ് ആക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ബട്ട് ഞാൻ അതിലും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായൊരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ പറ്റുമെങ്കിൽ അതാണ്. കാരണം 1 കോടി രൂപ ശമ്പളമായിട്ട് വാങ്ങിച്ചെടുക്കണമെങ്കിൽ
നമ്മുടെ ഇവിടുത്തെ സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സിന് എത്ര കാലം ജോലി ചെയ്താലാണ് 1 കോടി രൂപ ശമ്പളം കിട്ടുന്നത്? എന്നാൽ ഇഫ് യു ഹാവ് എ ബിസിനസ് പ്ലാൻ, ആ പ്ലാനിന് തന്നെ ചിലപ്പോൾ 1 കോടി രൂപ 1-2 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായി ഒരു ജോലിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. നിങ്ങൾക്ക് കുറെ പേരെ ജോലിയിൽ നിയമിക്കാനായിട്ട് പറ്റും. സോ ബി ആൻ ഇന്നോവേറ്റർ. നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ that's a fire, that's an ignition. So that will really become a flame that will lead light to many. So do and think in such a way. That's all. Thank you for listening me. Thank you all. God bless you. So I'm winding up. Thank you very much.